കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളുടെ വീട്ടിലൊരു കൊള്ളരുതാത്തവനില്ലേ വരുൺ, അവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വരുൺ 5 ലക്ഷം ചീട്ടുകളിൽ നഷ്ടപ്പെടുത്തിയത്. ആ കടം തീർത്തത് സാറാണല്ലോ. അതുപോലും സാറ് മറന്നുപോയാ? ഞാനെപ്പോഴും അങ്ങനെ കടം അടച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ സാറേ ഒന്നും അറിയാത്ത പോലെ? എന്നാ പിന്നെ ഇതെന്താണ് സാറേ? ഇത് നോക്കിയേ, ഇത് സാറ് തന്ന ചെക്കല്ലേ? ഈ ചെക്കൻ്റെ തന്നെയാണ്, പക്ഷെ ഇതിലിട്ടിരിക്കുന്ന സൈൻ എന്റേതല്ലെന്ന് മാത്രം. അത് ശരി. അപ്പൊ ആ തെണ്ടി എന്നെ വീണ്ടും പറ്റിക്കായിരുന്നു അല്ലേ? അവൻ നിങ്ങളെ മാത്രമല്ല, അവൻ ഈ കാര്യത്തിൽ എന്നെയും ചതിച്ചിരിക്കുക. പണം തരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നതിനേക്കാളും ഇങ്ങനെ മറ്റൊരാളുടെ സൈൻ ഫോർജർ ചെയ്യാന്ന് വെച്ചാ നിയമവിരുദ്ധമായ കുറ്റം ഇത്. വരുൺ, 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 വരണേ. എന്താ മോനെ ദേവ, എവിടെയാ കള്ള തെമ്മാടി? എടാ വരണേ. എടാ വരണേ. യു ചീറ്റർ, നീ ആള് മിടുക്കനാണല്ലോ. എന്തോ തെമ്മാടിത്തരം കാണിച്ചെന്ന് ഉറപ്പാ. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോനെ ദേവ, കാര്യം എന്താന്ന് പറ മോനെ. അവനെങ്ങ് വിടു ദേവ. എന്താ കാര്യന്നോ? ഇവൻ എന്താ ചെയ്തെന്ന് ഇവനോട് തന്നെ അങ്ങ് ചോദിക്കേ. എനിക്കൊന്നും അറിയില്ല വലിയ. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. നീ ചെയ്തില്ലെന്നോ? നിനക്ക് കാണണോടാ? ഇതെന്താടാ അത്? എന്താ ഒന്നും പറയാനില്ലേ? കണ്ടുപിടിച്ചു എന്റെ ഈശ്വര. ഇത് ഇവന്റെ കയ്യിൽ എങ്ങനെ എത്തിയത്? എന്റെ ചെക്കിൽ എന്റെ സൈൻ ഫോർജറി ചെയ്ത് കൊടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? എന്താ ഇവൻ നിന്റെ സൈൻ ഫോർജർ ചെയ്തെന്നോ? നോക്കിക്കച്ച, ഇത് കണ്ടോ? എവിടെയോ പോയി ചീട്ട് കളിച്ച് കടം മേടിച്ച് കൂട്ടിയിട്ട് അത് കൊടുക്കാനില്ലാതായപ്പോ ഇത് കണ്ടോ? എന്റെ ചെക്ക് ലീഫ് കട്ടെടുത്ത് അതിൽ കള്ളയൊപ്പിട്ട് കൊടുത്തു. നീ ഇത്രയ്ക്ക് തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താടാ നിനക്ക് ഈ വീട്ടിൽ കുറവ്? എന്ത് കുറവാളെന്ന്? എല്ലാ കാര്യത്തിലും എന്റെ മകന്റെ ഒപ്പം തന്നെയല്ലേ നിന്നെ ഞാൻ കണ്ടത്. എന്നിട്ടും എന്തിനാടാ ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചേ? പറയടാ മോനെ. അവൻ ഇനി വെറുതെ വിടാൻ പാടില്ല. ഇന്ന് ഇത്രയും വലിയ തെറ്റ് ചെയ്തവൻ നാളെ എന്തും ചെയ്തെന്നിരിക്കും. ഇവനെ തൊടുന്നത് പോലും പാപാ. എന്റെ അനിയൻ ഇങ്ങനൊരു മകനുണ്ടായി പോയല്ലോ. എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്ത മാത്രം ചെയ്യുന്നേ? കാശ് വേണ്ടി ചോദിച്ചു വാങ്ങായിരുന്നില്ലേ? ഇങ്ങനെ കള്ളൊപ്പിട്ട് പറ്റിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനെന്താ ആവശ്യത്തിനാന്ന് ചോദിച്ചാൽ പറയാൻ ഉത്തരം വേണ്ടേമേ. ചീട്ട് കളിക്കാനാന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ നിന്നാ ഇത്രയും വലിയ തുക കൊടുത്തുവിടുക? ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടി വേറൊരു കള്ളത്തരം. ദാ ഇത് ഒരെണ്ണം ഉള്ളോ അതോ ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചെയ്തത് കുറ്റമാണെന്ന് അറിഞ്ഞിട്ടും ആരെയാണ് നോക്കി പഠിപ്പിക്കുന്നേ? അച്ഛാ അച്ഛാ അച്ഛ സമാധാനം ഇരിക്കും. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദേവ, അക്കൗണ്ട്സ് മൊത്തം ഒന്ന് ഓഡിറ്റ് ചെയ്യിക്കണം. ഏതെങ്കിലും അൺഓത്തറൈസ്ഡ് എമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ എത്രയൊക്കെ അടിച്ചു മാറ്റിയെന്നും എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും. എന്നോട് ഈ കാര്യം പറയാതിരുന്ന എന്തായാലും നന്നായി.
അല്ലേ എന്നെയും പിടിച്ച് കൂടെ ചേർത്തേനെ. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും കണ്ടില്ലേ ഇവനൊരു കൂസലമില്ലാതെ നിൽക്കുന്നേ. 3 മാസം ജയിലിൽ കിടന്നിട്ടും സ്വഭാവത്തിന് മാറ്റമില്ല. ഇല്ലടാ. അതിന് അങ്ങനെ വല്ല മാറ്റം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഏതായാലും ഓഡിറ്റിംഗ് കഴിയട്ടെ. വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പിന്നെ ഇവൻ ജീവിതത്തിൽ വെളിച്ചം കാണില്ല. അപ്പൊ തന്നെ മാറിക്കോളും സ്വഭാവം. കുടിയും ചീട്ടുകളയുമായിട്ട് ജീവിതം നശിപ്പിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ചത്തോടെ നിനക്ക് ഒന്നിനും കൊള്ളാത്ത പിശാച്. ഹേയ്, ചെയ്തു കൂട്ടിയത് മുഴുവൻ വേണ്ടാതെ. എന്നിട്ട് ആരോടാ നിന്റെ ഈ ദേഷ്യം? 5 ലക്ഷത്തിന് വേണ്ടി ചെക്കില് ഫോർജറി ചെയ്യാൻ നാണമില്ലേ നിനക്ക്? പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ കടന്നവൻ കഴുത്തിരിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ. സെറ്റിൽ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ കയറി ഒന്ന് വെല്ലിച്ചനോട് പറയുന്നത് പേടിപ്പിച്ചു. അപ്പൊ എന്റെ മുമ്പിൽ തെളിഞ്ഞത് ഈ ഒരു വഴിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. 4 ചീത്ത പറഞ്ഞാലും മര്യാദയ്ക്ക് കടം തീർന്നു പോയേനെ. ഇതിപ്പോ ചീറ്റർ എന്ന പേര് മാത്രമല്ലല്ലോ, എല്ലാവരുടെയും വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വന്നില്ലേ? എന്നാ പോട്ടെ, എന്തായാലും തെറ്റ് ചെയ്തു. അതെന്തിനാടാ ഇത്ര ചീപ്പായിട്ട് 5 ലക്ഷവും 10 ലക്ഷവും അടിക്കാൻ തീരുമാനിച്ച കുംഭസ്ഥലം നോക്കി അടിക്കണം. ആ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. 5 ലക്ഷം പോയിട്ട് 5 രൂപയ്ക്ക് പോലും തെണ്ടേണ്ട ഒരു അവസ്ഥ എനിക്ക്. നീ ഇതുപോലെ കുംഭസ്ഥലം അടിച്ചു മാറ്റാൻ വലിയ പ്ലാനൊക്കെ ഇട്ടിട്ട് അവസാനം എന്തായി? ഒരു പ്ലാൻ പോലും നിന്റെ ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ടാ അന്ന് തന്നെ ഈ ദേവനെ പൊക്കാൻ തീരുമാനിച്ചത്. തല്ലിച്ചതച്ച് കൊല്ലാറാക്കിയിട്ട് നിനക്ക് കൊല്ലാനുള്ള ആഗ്രഹം തീർന്നില്ല. കുറെ കാലം അച്ഛനെ കൊല്ലാൻ നടന്നു. എന്നിട്ട് എന്തായി? കോമയിൽ കിടന്ന മനുഷ്യൻ എഴുന്നേറ്റ് അവരുടെ കല്യാണത്തിന്റെ സത്യാവസ്ഥ വെളിയിൽ പറഞ്ഞ് വൈദേഹി ഈ വീട്ടിലെ മരുമോളാവാൻ നീ വഴിവെച്ചു കൊടുത്തു. ശരിയാ, തെറ്റെനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്ക. ആ കിളവനെ ഞാനൊന്ന് കത്തിയെടുത്ത് കുത്തിയത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. കൊല്ലേണ്ടിയിരുന്നത് ആ കിളവനെ ആയിരുന്നില്ല, അവന്റെ ആ ഇളയ മോനെയാ. ആ ദേവനെയാണ് ആദ്യം കൊല്ലേണ്ടത്. ആവേശത്തിലെടുക്കുന്ന തീരുമാനം ശരിയാവാറില്ല. കൊല്ലും കൊലയും ഒന്നിനും പരിഹാരവുമല്ല. പക്ഷെ പ്രതികാരത്തിന് അതാണല്ലോ പരിഹാരം. ഒരിക്കൽ അവന്റെ മരണം എന്റെ ആവശ്യമായിരുന്നു. പക്ഷെ ഇന്നത് എനിക്കുണ്ടായ അപമാനത്തിനുള്ള പ്രതികാരമാണ് എന്റെ മനസ്സിലെ പകയ്ക്കുള്ള പരിഹാരം. വെറും ഒരു 5 ലക്ഷത്തിനും വേണ്ടിട്ടാ ആ കിളവനും അവനും കൂടി എന്നെ തല്ലിയതും വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതും. ആ ദേവന്റെ അധ്യായം അടഞ്ഞാൽ നക്കാപ്പിച്ച 5 ലക്ഷം മാത്രമല്ല, ഈ കൊട്ടാരം വീടിന്റെ അനന്തരാവകാശി വരെ ഞാനായിരിക്കും. പിന്നെ എന്തിനവനെ ജീവനോടെ വിട്ടുവെക്കണം? എന്തിനാണെന്നോ? കാരണം അതോടെ നിന്റെ കഥയും കഴിയും. വെറും ഒരു 5 ലക്ഷത്തിനു വേണ്ടി നിന്നോട് ഇത്രയും ചെയ്തവര് ജീവനെടുക്കാനുള്ള ചിന്ത നിന്നിൽ കിളിർത്തിട്ടുണ്ടെന്നറിഞ്ഞാൽ നിന്നെ തന്നെ ഇല്ലാണ്ടാക്കും. കൊന്നങ്ങോട്ട് കൊല്ലട്ടെന്ന്, അതോടെ തീരില്ല. ഒന്നുകിൽ എന്റെ കൈകൊണ്ട് അവൻ തീരണം, അല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് ഞാൻ തീരണം. പക്ഷെ ഇതിനേക്കാളും ഒക്കെ അവനെ കൊല്ലാനുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പറയട്ടെ.
ഊർമിള. റാണിയാവേണ്ടവൾ നീയുള്ളപ്പോൾ സാമ്രാജ്യം അവന്റെ കയ്യിലായാൽ എങ്ങനെയാ? നിന്നെ സ്വന്തമാക്കണമെങ്കിൽ സാമ്രാജ്യം കൈവശപ്പെടുത്തണ്ടേ? സാമ്രാജ്യം കൈവശപ്പെടുത്തണമെങ്കിൽ ആ ദേവനെ കൊല്ലണ്ടേ? ഏതു വിധത്തിൽ ചിന്തിച്ചാലും അവനെ കൊല്ലുന്നത് മാത്രമാണ് പരിഹാരം. കൊന്നുകളഞ്ഞേക്കാം. ഞാൻ അവനെ കൊന്നുകളഞ്ഞേക്കാം. എന്നിട്ട് എന്റെ ഈ റാണിയെ എന്റെ സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തണം. അതിന്റെ ഭവിഷ്യത്താണെന്ന് നീ അനുഭവിക്കുന്നത്. എന്തിന് കണ്ണീര് പൊഴിച്ചെന്നും എന്തിന് വീട് വിട്ടിറങ്ങിയെന്നും നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. ശാന്തി നിക്ക്, ഞാനും വരാം. പതുക്കെ പോണേ, താഴെ വീഴും. കല്യാണപ്പെണ്ണെത്തി, കല്യാണ ചെക്കനാ വരാത്ത. ദേ ഞാൻ കൊണ്ടുവന്നു ശാന്തി. ദേ കല്യാണ ചെക്കൻ എത്തിട്ടോ.
കഴിഞ്ഞ് കെട്ട് വലിയേട്ടാ. വലിയേട്ടാ കല്യാണം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു ശാന്തേ. വലിയേട്ടാ ഞാൻ വളർന്ന് വലുതാകുമ്പോ ഈ കല്യാണ പെണ്ണിനെ പോലെ ഒരു കുഞ്ഞ് എനിക്ക് ഉണ്ടാവുകയാണെങ്കിലേ, ഈ ചെറുക്കനെ പോലെ ഒരു കുഞ്ഞ് വലിയേട്ടൻ ഉണ്ടാകുവാണെങ്കിൽ അപ്പ നമ്മള് എന്റെ മോളെ കൊണ്ട് വലിയേട്ടന്റെ മോനെ തന്നെ കല്യാണം കഴിപ്പിക്കുവേ. ഓ കഴിപ്പിക്കാലോ ശാന്തേ. എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ മാത്രമേ കല്യാണം കഴിപ്പിക്കൂ. താങ്ക്സ് വലിയേട്ടാ. ഈ സമയത്ത് ആരാ അവിടെ? നീ ഇപ്പൊ എവിടെയാ ശാന്തമ്മേ? ഈ വല്യേട്ടൻ നിനക്ക് വേണ്ടി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക. എവിടെ? നിന്നെ മറന്നൊരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. എന്തു പറ്റിയേച്ചാ? അച്ഛനെ ഈ പഴയ സാധനങ്ങളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യാ? ഇതിന്റെ ഇടയിൽ വല്ലതും കളഞ്ഞു പോയോ? അതെ മോളെ, അത് കളഞ്ഞു പോകുന്നത് വരെ അറിയില്ലായിരുന്നു അതെത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. എന്നത് എന്താന്ന് എന്നോട് പറച്ചാ, ഞാൻ നോക്കിയെടുത്ത് തരാം. നഷ്ടപ്പെടുത്തി കൊടുത്ത് തന്നെ എല്ലാം തിരിച്ചു കിട്ടണമെന്നില്ല മോളെ. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം തിരികെ കിട്ടുന്ന ഒന്നാണത്. അത് സത്യ അച്ഛാ, നഷ്ടപ്പെടുത്തിയെടുത്തൊന്നും തിരികെ കിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് അവരെ രണ്ടുപേരെയും കണ്ടെത്താനുള്ള ഭാഗ്യം ഉണ്ടാവൂ. ദേവേട്ടാ. എന്താ ദേവേട്ടാ? ദേവേട്ടാ ദേവേട്ടാ എന്താണ് ദേവേട്ടന്? പിന്നെ പിന്നെ ഞാനുണ്ടല്ലോ. ഉണ്ടല്ലോ. ഞാന് നീ തന്നെ നിന്നിങ്ങനെ ചിണുങ്ങാതെ കാര്യം എന്താന്ന് പറ. ഇങ്ങനെ ചിണുങ്ങി കാലിട്ട് ഉരച്ച് കാലത്തൊലി കളയണ്ട. ഇന്ന് രാത്രി തൊട്ട് മോളില് കിടന്നോട്ടെ ദേവേട്ടാ. അയ്യ, മേളിൽ കിടക്കാൻ കൊതിയാവുന്നുണ്ടല്ലേ? എവിടെ? ഇവിടെയാണോ? അവിടെ. ശരി, കിടന്നോ. എന്റെ പൊന്നു ദേവേട്ടൻ. ദേവേട്ടൻ സമ്മതിക്കുന്നു ഞാൻ വിചാരിച്ചേയില്ല. അയ്യടാ, ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. മോളി കിടക്കണം, അത്രേ മോളി കിടക്കണം. അവിടെ കിടന്നാ മതി. അതെന്ത് ദേവേട്ടാ, ഇപ്പഴല്ലേ കിടന്നോളാൻ പറഞ്ഞ? ഓ, കിടക്കണെന്നാ പറഞ്ഞേ? നീ കാണിച്ച ചതിക്കുണ്ടല്ലോ. ഈ ബെഡിന്റെ മുകളിൽ കിടക്കുന്ന പോയിട്ട് ഇതിലൊന്ന് തൊടാൻ പോലും നിന്നെ ഞാൻ അനുവദിക്കില്ല. അവിടെ കിടന്നാ മതി. ഇത് മരിപ്പൂർവ്വം എന്നെ കഷ്ടപ്പെടുത്ത പരിഭവം പങ്കജാക്ഷൻ.
വൈദേഹി, വൈദേഹി, വാതിലൊന്ന് തുറന്നേ. എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നു? ഇപ്പൊ എന്താ ചെയ്യാ? ചെന്ന് വാതിൽ തുറക്കും. ഇതെന്ത് തൊന്തരവാണ്? ഇത് ഇവിടെ കിടക്കാതെ എടുത്ത് മാറ്റി വെക്കേ വേഗം. അതിങ്ങോട്ട് താ, അത് അടിയിലോട്ട് തള്ളു. ഇത്രയും പേടിണ്ടായിരുന്നെങ്കിൽ എന്നെ മോളിൽ കിടക്കാൻ അനുവദിച്ചൂടെ? ചെന്ന് വാതിൽ തുറക്കടി. അയ്യടാ. ആ ഇത് വരുന്നു എന്റെ അമ്മേ. ആ പതുക്കെ മതി. വാ എന്റെ അമ്മേ. എന്താ ദേവാ? പാട്ട് കേൾക്കാൻ തോന്നുന്നു. അതെ എന്തു? ആ എന്നാലേ ഇങ്ങോട്ട് വന്നേ. ആ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഇന്നവിടെ സന്താന ലബ്ധി പൂജ നടക്കുമായിരുന്നു. പ്രസാദം കൊണ്ടുവന്നിട്ടേ തരാൻ മറന്നുപോയടാ. ഇപ്പൊ തരാവേ. ദമ്പതിമാർ ഈ പ്രസാദം കഴിച്ചാ പെട്ടെന്ന് സന്താനങ്ങൾ ഉണ്ടാവുന്ന. കഴിച്ചോ, പ്രാർത്ഥിച്ചിട്ട് കഴിച്ചു. നന്നായിട്ടുണ്ട് എന്തു? എന്തും എന്താ ഇതുവരെ കട്ടിലിനടിയിലിരിക്കുന്ന പായ കാണാത്തെ? എന്താ വൈദേഹി ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്തുമ്മേ. എന്താ നീ ഇവിടെ ഒളിപ്പിക്കാൻ നോക്കുന്നെ? ഒന്നുമില്ല എന്തു? നീ മാറി നിക്കടാ. മാറിക്കേ, മാറി നിക്ക്. അല്ല ഒന്നുമില്ല എന്തു? നീ മാറിക്കേ. ഇതാ പിടിച്ചേ. എന്തായി കാണുന്നേ? എന്താടാ ഇത്? കട്ടിലിനിടയിൽ എന്തിനാ ഈ പായേ? പെട്ടു. എന്തു അത് കണ്ടല്ലോ. ചോദിച്ചത് കേട്ടില്ലേ രണ്ടാളും? നിങ്ങളുടെ മുറിക്കകത്ത് പായ്ക്ക് എന്താ കാര്യമെന്ന് ചോദിച്ചത് കേൾക്കാൻ പാടില്ലേ? അത് ചുമ്മാ വെച്ചതാ എന്തുമ്മേ. അത് ആദ്യം തൊട്ടേ അവിടെ ഇരിക്കുക. എന്തിനാണ് അവിടെ ഇരിക്കുന്നേ? അപ്പൊ രണ്ടുപേരും ഒന്നിച്ചല്ലേ കിടന്നുറങ്ങുന്നേ? ഞാനിവിടെ അമ്പലം തോറും സന്താന ലബ്ധി പൂജയും ചെയ്ത് നടക്കുക. അതിനിടയ്ക്ക് എന്തോന്നാ ഈ നാടകം?